കഴിഞ്ഞ 10 വർഷമായി നമ്മൾ വിശ്വസിച്ചത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്, അമേരിക്ക ഇന്ത്യയുടെ ആത്മാർത്ഥ സുഹൃത്താണ് എന്നാണ്. 2019 ഹൂസ്റ്റണിലെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് ഹൗഡി മോദി എന്ന് പറഞ്ഞ് മോദിക്ക് കൈകൊടുത്ത ഡൊണാൾഡ് ട്രംപ്. 2020 അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൽ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ് ട്രംപിനെ ആലിംഗനം ചെയ്ത മോദി. പരസ്പരം ഇതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ലോക നേതാക്കൾ വേറെയുണ്ടാകില്ല. ട്രംപിന്റെ ആദ്യ ടേമിന്റെ തുടക്കത്തിൽ പരസ്പരം ആലിംഗനം ചെയ്യുന്ന ജനാധിപത്യങ്ങളായി ഇന്ത്യയും അമേരിക്കയും. അന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായതായും വിലയിരുത്തപ്പെട്ടു. പക്ഷേ അതെല്ലാം ഇനി മറന്നേക്കാം. സൗഹൃദത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. നയതന്ത്രം വേറെ, സൗഹൃദം വേറെ എന്ന് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞോ എന്നറിയില്ലെങ്കിലും രാജ്യം തിരിച്ചറിയുകയാണ്. ട്രംപ് മോദി ചങ്ങാത്തത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചിരുന്ന മോദിയുടെ ആ സുഹൃത്ത് ഇന്ന് ഇന്ത്യയെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുകയാണ്. 25% പകരത്തീരുവ, 25% പിഴത്തീരുവ. ട്രംപിന്റെ പ്രഹരത്തിന്റെ കണക്കിങ്ങനെ. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് മൊത്തം തീരുവ 50%ആക്കിയുള്ള ഈ ശിക്ഷ. ട്രംപിന്റെ തനി നിറം വ്യക്തമായിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം സാമ്പത്തിക ലോകത്തെയാകെ വരിഞ്ഞുമുറുക്കി. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇന്ത്യക്കേറ്റ പ്രഹരവും. ഇതോടെ US ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രാജ്യങ്ങളായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. പക്ഷേ ചൈനയ്ക്ക് 30% മാത്രം അധിക തീരുവ. പാകിസ്ഥാന് വെറും 19% മാത്രം. ഇന്ത്യക്ക് 50%. ഇന്ത്യക്കെതിരായ കടുത്ത നടപടികൾക്കിടയിലും പാകിസ്ഥാനെ US തലോടുന്നതും കാണാം. ഇന്ത്യക്കും റഷ്യയ്ക്കും അവരുടെ നിർജീവ സമ്പദ് വ്യവസ്ഥയുമായി ഒരുമിച്ച് മരിക്കാം എന്നുവരെ ട്രംപ് പറഞ്ഞു. ഇന്ത്യയെ അമേരിക്ക ടാർഗറ്റ് ചെയ്യുകയാണോ? ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് അമേരിക്കൻ തീരുവ വർദ്ധിപ്പിച്ച നടപടി. കഴിഞ്ഞ വർഷം ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് 86.5 മില്യൺ മൂല്യമുള്ള വസ്തുക്കളാണ്. തീരുവ ആഘാതം മൂലം രാജ്യത്ത് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്ന മേഖലകളിലൊന്ന് ടെക്സ്റ്റൈൽസ് വ്യവസായമാണ്. അമേരിക്കൻ തീരുവ കേരളത്തെയും കാര്യമായി ഉലയ്ക്കുമെന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, ചെമ്മീനടക്കമുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, കശുവണ്ടി, കയർ തുടങ്ങിയ പരമ്പരാഗത മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പ്രധാന കയറ്റുമതി. സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ 15% കേരളത്തിൻ്റെ സംഭാവനയാണ്. IT മേഖലയുടെ കയറ്റുമതിയുടെ വലിയൊരു ശതമാനവും അമേരിക്കയിലേക്കാണ്. അധിക തീരുവ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സർക്കാരിൻ്റെ ധനസ്ഥിതിക്കും ഗുരുതരമായ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ. കാർഷിക ക്ഷീരവിപണികൾ തുറന്നുകൊടുക്കണമെന്ന US ആവശ്യത്തിൽ തട്ടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ വരെ വഴിമുട്ടിയിരിക്കുന്നു. ഇതോടെയാണ് പുതിയ ട്രംപൻ സമ്മർദ്ദതന്ത്രം. ഓപ്പറേഷൻ സിന്ദൂർ പൊടുന്നനെ അവസാനിപ്പിച്ചത് US-ന്റെ ഇടപെടൽ മൂലമാണെന്നും വ്യാപാര കരാറായിരുന്നു തുറുപ്പുചീട്ടെന്നും നിരവധി തവണ ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് പരസ്യമായി നിഷേധിക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. ട്രംപ് 2 ഡസനിലേറെ തവണ ഇതേ കാര്യം ആവർത്തിച്ചപ്പോഴായിരുന്നു മൂന്നാമതൊരു രാജ്യത്തിനും വിഷയത്തിൽ പങ്കില്ല എന്ന് മോദിക്ക് പറയേണ്ടി വന്നത്. അതിനു മുൻപ് അനധികൃത കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തി 100 കണക്കിന് ഇന്ത്യക്കാരെ കൈകാലുകൾ ചങ്ങലക്കിട്ട് US-ൽ നിന്ന് തിരിച്ചയച്ചിട്ടും മോദി വായ തുറന്നില്ല. ബ്രസീൽ പ്രസിഡന്റും മെക്സിക്കൻ പ്രസിഡന്റുമൊക്കെ ട്രംപിനോട് അതേ നാണയത്തിൽ പ്രതികരിച്ചപ്പോൾ ജനതയെ ആശങ്കയിലാഴ്ത്തിയ മൗനമായിരുന്നു മോദിയുടേത്. ഉറ്റ ചങ്ങാതിയിൽ നിന്നും ഇന്ത്യക്കെതിരെ രൂക്ഷമായ കടന്നാക്രമണമുണ്ടായിട്ടും ട്രംപിന്റെ പേരെടുത്തു പറഞ്ഞ് ശക്തമായി വിമർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഉണ്ടായതാകട്ടെ രാജ്യത്തെ കർഷകർ, ക്ഷീരകർഷകർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എത്ര വലിയ വില കൊടുക്കാനും തയ്യാറാണെന്ന മോദിയുടെ എവിടെയും തൊടാത്ത മറുപടി മാത്രം. മോദി സർക്കാരിൻ്റെ അമേരിക്കൻ പ്രീണന വിദേശ നയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം. കഴിഞ്ഞ 3 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും ട്രംപിനെ പരസ്യമായി പിന്തുണച്ചു മോദിയും സംഘപരിവാറും. ട്രംപിന്റെ വിജയത്തിൽ അവർ അത്യാഹ്ലാദിക്കുകയും ചെയ്തു. ട്രംപിന് വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള വേദികളിൽ കേന്ദ്ര സർക്കാർ ഫലസ്തീനെ തള്ളിയത്.
ഫലസ്തീൻ അനുകൂല റാലികൾക്ക് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തുക പോലും ചെയ്തു മോദി. ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള കൂട്ടായ്മയിൽ സജീവമായി. ട്രംപിന്റെ സൗഹൃദത്തിനായി വിട്ടുവീഴ്ചകൾ നിരവധിയുണ്ടായി. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം സംഘപരിവാറിന്റെ മുഖത്തേറ്റ അടികൂടിയായി മാറുന്നു. ഇന്ത്യയിലെ ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടും ട്രംപിനാൽ നയിക്കുന്ന അമേരിക്കയിലെ കോർപ്പറേറ്റ് സഖ്യവും പരസ്പര ധാരണയിലാണെന്നതുകൊണ്ടാണ് ട്രംപിനെ വിമർശിക്കാനുള്ള തൻ്റെ ഇടം മോദിക്കില്ലാത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. വിദേശനയ ദുരന്തമാണ് US-ന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമേ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കൂ എന്നാണ് ട്രംപിന്റെ പുതിയ തിട്ടൂരം. 25% പിഴത്തീരുവ പ്രാബല്യത്തിലാവാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അതിനു മുൻപ് ഇന്ത്യയിൽ നടക്കാനിരുന്ന വ്യാപാര ചർച്ച ട്രംപ് ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയായിരുന്നു. ശരിക്കും ട്രംപിനെ അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്താണ്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതോ അതോ ഇന്ത്യയുടെ ആഭ്യന്തര വിപണി അമേരിക്കയ്ക്ക് മുന്നിൽ തുറന്നിടാത്തതോ? അതോ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ട്രംപിനെ അനുവദിക്കാത്തതോ? ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിന് വിധേയരാകുന്ന മറ്റ് രാജ്യങ്ങളെ യോജിപ്പിച്ച് നീങ്ങാൻ ഇന്ത്യ മുൻകൈയെടുക്കുമോ എന്നാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്. ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തിയും കയറ്റുമതി വൈവിധ്യവൽക്കരിച്ചും പുതിയ വിദേശ വിപണികൾ കണ്ടെത്തിയും അമേരിക്കൻ ഭീഷണിയെ നേരിടുന്നതിന് നേതൃത്വം നൽകാൻ മോദിക്ക് കഴിയുമോ? ചൈന, റഷ്യ, ബ്രസീൽ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാഷ്ട്രങ്ങളുമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ഈ മാസാവസാനം ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോകാനൊരുങ്ങുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഇപ്പോഴത്തെ റഷ്യൻ യാത്രയ്ക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസാവസാനം റഷ്യ സന്ദർശിക്കുന്നതിനും ഗൗരവതരമായ പുതിയ മാനം ലഭിച്ചിരിക്കുകയാണ്. ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷാവസാനത്തോടെ ഇന്ത്യ സന്ദർശിക്കുമെന്ന പ്രഖ്യാപനവും ശ്രദ്ധേയമാണ്. റഷ്യയോടും ബ്രസീലിനോടും ഇന്ത്യ കൂടുതൽ അടുക്കുകയാണ്. മോദിയും പുത്തിനും ഫോണിൽ സംഭാഷണം നടത്തി. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡെസിൽവയുമായും കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഇന്ത്യ ബദൽ വഴികൾ തേടുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. പകരച്ചുങ്ക ഭീഷണിക്ക് അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി നൽകാൻ രാജ്യം ഒരുമിക്കുകയാണ്. തെറ്റുതിരുത്താൻ മോദിയും കേന്ദ്ര സർക്കാരും തയ്യാറായേ മതിയാകും.